കോൺഗ്രസ് 10ലേക്ക് ഒതുങ്ങി എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കോൺഗ്രസ് പരമാവധി 10 സീറ്റുകളിലേക്ക് ജെഡിയുവിന്റെ ലീഡ് കുറയുന്നുണ്ട്. ജെഡിയുവിന്റെ ലീഡ് കുറയുന്നു. അതേസമയം ബി.ജെ.പിയുടെ ലീഡ് 67 തന്നെ നിൽക്കുന്നു. ബി.ജെ.പി 67, ജെഡിയു 68 എന്നുള്ളതാണ്. എൻ.ഡി.എയിൽ രണ്ടുപേരും ഏകദേശം ഒപ്പത്തിനൊപ്പം എന്ന നിലയിലേക്ക് ആയിട്ടുണ്ട്. ബി.ജെ.പി 67, ജെഡിയു 68 എന്നതാണ് എൻ.ഡി.എയിലെ രണ്ട് സഖ്യങ്ങളുടെയും രണ്ട് പാർട്ടികളുടെയും കണക്കുകൾ. അതേസമയം കോൺഗ്രസിലേക്ക് വരുമ്പോൾ, മഹാഗഠബന്ധനിലേക്ക് വരുമ്പോൾ അവിടെ ആർ.ജെ.ഡിയുടെ പെർഫോമൻസിന്റെ 7 അയലത്തെത്താൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല. അവിടെ ഒരു പിന്തുണ കൊടുക്കാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല. നോക്കൂ, ആ ടാലി നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ആർ.ജെ.ഡി 58, കോൺഗ്രസ് 10, രണ്ടും കൂടി ചേർത്ത് 68. അത്രയും തന്നെയുണ്ട് ബി.ജെ.പിക്കും ജെ.ഡി.യുവിനും. ഇതാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? 7 സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടതുപക്ഷത്തിന് 7 സീറ്റുകൾ അവിടെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ 12 ആയിരുന്നു. ഇത്തവണ 7 സീറ്റുകളാണ് ബീഹാറിൽ ലീഡ് ചെയ്യുന്നത്. പക്ഷേ നിർണായകമല്ല. കാരണം ഒരു 3-2 ഭൂരിപക്ഷത്തിലേക്ക് പോകുന്ന സമയത്ത് ആ സീറ്റുകൾ അത്ര കണ്ട് രാഷ്ട്രീയമായി നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. ഇക്കുറിയും ഭരണമാറ്റം പ്രതീക്ഷിച്ച തേജസ്വി യാദവിന് അടിപതറിയത് എവിടെ നിന്നാണ് എന്നതാണ് ചോദ്യം. ഇതിനെയെല്ലാം വോട്ട് ചോരി, SIR എന്ന മട്ടിൽ മറികടക്കാനായിരിക്കുമോ ശ്രമം എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാം. ഇപ്പോൾ 154 ടാലി താഴ്ന്നിട്ടുണ്ട്. 160ലേക്ക് പോയതാണ് ഇന്ത്യയുടെ ഭൂരിപക്ഷം. ഇപ്പോൾ 500 വോട്ടുകളിൽ താഴെ ലീഡായി നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്, സ്വിംഗ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം വോട്ട് കട്ടറായിട്ട് മാറിയിരിക്കുന്നത് എനിക്കൊന്ന് പിയാസ് സുനിൽ ഈ കണക്കെടുത്താൽ നന്നായിരിക്കും. ഏതൊക്കെ ഇടങ്ങളിൽ ജൻസ്വരാജ് പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട്, എത്ര മണ്ഡലങ്ങളിലാണ് ജൻസ്വരാജ് പാർട്ടി സ്പോയിലറായി മാറിയിരിക്കുന്നത്. കാരണം 76 ഇടങ്ങളിൽ മഹാഗഠബന്ധൻ വിജയിക്കുമ്പോൾ ജൻസ്വരാജ് പാർട്ടിയും അസദുദ്ദീൻ ഒവൈസിയും അതിജീവിച്ചു വേണം മഹാഗഠബന്ധന് മുന്നേറാൻ. അപ്പോൾ ഈ രണ്ട് സ്പോയിലറുകളും എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അരിത്തമാറ്റിക്സ് നോക്കുമ്പോൾ നോക്കേണ്ടതാണ്. ആ അരിത്തമാറ്റിക്സിന് അപ്പുറം നിൽക്കുന്നൊരു കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രി എന്ന് പറയുന്നത് അത് ബി.ജെ.പിയുടെയും ജെ.ഡി.യുവിൻ്റെയും കെമിസ്ട്രിയാണ്. ജെ.ഡി.യുവിൻ്റെ ഭരണമികവും പ്രതിച്ഛായയും, ഒപ്പം ബി.ജെ.പിയുടെ സംഘടനാ മെഷീനറിയും. സ്ട്രക്ചർ കൊടുത്തത് ബി.ജെ.പി, ഫംഗ്ഷൻ കൊടുത്തത് ജെ.ഡി.യു. ആ മട്ടിലായിരുന്നു പ്രവർത്തനം. ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി മാറുന്നു. വീണ്ടും ബി.ജെ.പി ഒറ്റകക്ഷിയായിട്ട് മാറുന്നു. കഴിഞ്ഞ തവണ ആർ.ജെ.ഡി ആയിരുന്നത്. കോൺഗ്രസിന്റെ ലീഡ് കുറയുന്നു, 9. കോൺഗ്രസ് വീണ്ടും 2 അക്കത്തിൽ നിന്ന് കോൺഗ്രസ് താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ദയനീയമായ പരാജയം. അതായത് കോൺഗ്രസ് ഡയറക്ട് ഫൈറ്റ് ഉണ്ട്. കാരണം ബി.ജെ.പിക്ക് ഉയരുമ്പോഴാണ് കോൺഗ്രസ് താഴുന്നത്. 73ലേക്ക് ബി.ജെ.പി ഉയരുന്നു. ജെ.ഡി.യു 69ലേക്ക്, കോൺഗ്രസ് 12ൽ നിന്ന് 9ലേക്ക് താഴുന്ന അവസ്ഥയുണ്ടാവുന്നു. കോൺഗ്രസിന്റെ ദയനീയമായ പെർഫോമൻസ് കഴിഞ്ഞ തവണത്തെ 19ൽ നിന്ന് ഇക്കുറി പകുതി പോലും എത്തില്ലേ എന്നുള്ളതാണ്. 9ലേക്ക് താഴുകയാണ്. 2 അക്കം കടന്നിരുന്നു. പരമാവധി 12 സീറ്റുകൾ വരെ എത്തി. പരമാവധി എത്തിയത് 12 വരെയാണ്. 12ൽ താഴെയാണ് കോൺഗ്രസിന്റെ പ്രകടനം എന്നുള്ളത്. അത് വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിയാവും, രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാവും. വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിതെളിക്കും. ബി.ജെ.പിയുടെ വളർച്ച ഹിന്ദി ഹൃദയം ഭൂമിയിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറുകയാണ് ബീഹാർ. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരായിരിക്കും ബീഹാർ അധികാരത്തിലുണ്ടാവുക. അത് കോൺഗ്രസിനെ തെല്ലൊന്നുമായിരിക്കില്ല നിരാശയിലാഴ്ത്തുക. 40 സീറ്റുകളാണ് ലോക്സഭയിൽ നിർണായകമായത്. അതും വളരെ പ്രധാനപ്പെട്ട അധികാരം തുടരാൻ വളരെ പ്രധാനപ്പെട്ട സീറ്റാണ്. അവിടെ ബി.ജെ.പിയുടെ ഒറ്റയ്ക്കുള്ള വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് 74 സീറ്റാണ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ ബി.ജെ.പി 76 ആയിട്ടത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 2 സീറ്റുകൾ കൂടി. പക്ഷേ അവിടെ ജെ.ഡി.യുവിന്റെ വളർച്ച അത് ബി.ജെ.പിയുടെ കൂടി പിന്തുണ വളരുകയാണ്. 76. അവർ പരസ്പരം പാരയായിട്ടില്ല. പരസ്പരം അവർ പരസ്പരം താങ്ങും തണലുമായിരുന്നു എന്നുള്ളതാണ്. എന്നരികത്ത് ചേർന്ന് നിൽക്കൂ സഖി എന്നുള്ള കവിതയിൽ, ആ കവിത പോലെയാണ് ബി.ജെ.പിയുടെയും ജെ.ഡി.യുവിന്റെയും ഒരു പോക്ക് എന്ന് പറയുന്നത്. പരസ്പരം ചേർന്ന് നിന്ന് ബി.ജെ.പിയും ജെ.ഡി.യുവും മുന്നോട്ട് പോവുകയാണ്. എന്നാൽ പരസ്പരം ചേർന്ന് നിൽക്കാൻ കഴിയാതെ, ഊന്നുവടി പോലും ആകാൻ കഴിയാതെ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയാണ് ബീഹാറിൽ. കൈസഹായം കൊടുത്തിരുന്നെങ്കിൽ കഥ മാറി ഒന്ന് കയറുമായിരുന്നു. ഒരു 62 സീറ്റിൽ 30 സീറ്റിലെങ്കിലും വിജയിച്ചിരുന്നെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കാം. പക്ഷെ അപ്പോൾ വിജയിച്ചു വരാൻ കഴിയില്ല. പക്ഷെ ഒരു ടൈറ്റ് ഫൈറ്റ് വീണ്ടും ആർ.ജെ.ഡി ദയനീയമായ ആർ.ജെ.ഡി വീണ്ടും പിന്നിലേക്ക് 50ലേക്ക് ആർ.ജെ.ഡി ചുരുങ്ങുന്നു. അതാണ് ഇനിയിപ്പോൾ SIR വിവാദമുണ്ടാവും എന്നുള്ളതാണ്. ബി.ജെ.പി വീണ്ടും വളരുന്നു. ബി.ജെ.പി 76 സീറ്റുകളിലേക്ക് വളരുന്നു. ജെ.ഡി.യു 69 സീറ്റുകളിലേക്ക് നിൽക്കുന്നു. 76-69 എന്ന നിലയിലേക്കാണ്. 100 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് എൻ.ഡി.എ അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ, അതായത് മഹാസഖ്യത്തെക്കാൾ 100 സീറ്റിന്റെ ഒരു ഗ്യാപ്പ് ഉറപ്പായും ഈ SIR അടക്കമുള്ള എല്ലാ ആരോപണങ്ങളും എല്ലാം ഉണ്ടാവും. അതായത് അത്രയും സ്ക്യൂഡ് ആകുമോ എന്നുള്ളതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെ മറികടന്നുള്ള റിസൾട്ടാണ് വരുന്നതെങ്കിൽ വോട്ട് ചോരി ആരോപണവും
ഒപ്പം തന്നെ SIR പരിഷ്കരണത്തിലെ വീഴ്ചകളും ചൂണ്ടിക്കാണിക്കും കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. SIR ഉണ്ടായിരുന്നതിനേക്കാൾ വോട്ടർ പട്ടികയിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് ദീപാങ്കർ ഭട്ടാചാര്യയുടെ എക്സ്പോസ്റ്റിൽ പറയുന്നത്. 3 ലക്ഷത്തോളം അധികം ആളുകൾ എവിടെ നിന്ന് വന്ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് വരും ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിലൊക്കെ ചർച്ചയായിട്ട് മാറും. കോൺഗ്രസ് ഇതിനകം തന്നെ SIR ആണ് വിജയത്തിലേക്കുള്ള വഴി എന്ന രീതിയിലുള്ളൊരു പ്രസ്താവന നൽകിക്കഴിഞ്ഞു. വരുന്ന മണിക്കൂറുകളിൽ ചർച്ചയാവാൻ പോകുന്ന രാഷ്ട്രീയ വിഷയവും അത് തന്നെയായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട 4 പൊളിറ്റിക്കൽ കോൺസിക്വൻസ്, രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുടെ റിസൾട്ടിന് നമ്പർ 1 BJPയുടെ ബീഹാർ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബീഹാറിന്റെ ചരിത്രത്തിൽ BJP മാറി എന്നുള്ളത് വലിയ ആത്മവിശ്വാസം കൊടുക്കും. അത് നിലവിലിരിക്കുന്ന BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ നിതീഷ് കുമാറിന് ശേഷം എങ്ങനെ ബാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം. JDU ഇല്ലാത്ത ഒറ്റയ്ക്ക് നിൽക്കാൻ BJPക്ക് കഴിയുമോ ബീഹാറിൽ എന്നതാണ് ചോദ്യം. അതിനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്തായിരിക്കും? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ വലിയ പരാജയത്തിന് പ്രതിരോധമായി SIR ആയിരിക്കുമോ കോൺഗ്രസ് എടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗും പരാജയപ്പെട്ടു പോയ കോൺഗ്രസിനും ഒപ്പം തന്നെ RJDക്കും പരസ്പരം ഫൈറ്റ് ചെയ്തതിലുള്ള പഴി കേൾക്കേണ്ടി വരും. അത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലേക്കുള്ള ഒരു ചോദ്യമുനയായിട്ട് മാറുകയും ചെയ്യും. ഇതല്ല സ്ട്രാറ്റജി, SIR അല്ല സ്ട്രാറ്റജി എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വരുമോ? 3 ഏകപക്ഷീയമായ വിജയമായി മാറുമ്പോൾ, എക്സിറ്റ് പോളുകളെ മറികടന്നുള്ള വിജയമായി മാറുമ്പോൾ SIR ആരോപണം ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യത. 4 ഇതേ സർക്കാർ അടുത്ത 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബീഹാറിനെ നയിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ജനറൽ ഇലക്ഷനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രത്യാഘാതം, ഇതെല്ലാം വലിയ രാഷ്ട്രീയ വിഷയങ്ങളായിട്ട് മാറും. എങ്ങനെയാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇനി BJP ഒറ്റയ്ക്ക് ഏറ്റവും ഉയർന്ന കക്ഷിയായിട്ട് വരുമ്പോൾ മാറ്റാൻ പോകുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി മാറുകയും ചെയ്യും. നിതീഷ് കുമാറിന് ശേഷം ആര് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം തേജസ്വി യാദവ് എന്ന ഒറ്റയാൾ പോരാളിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഭാവി, ഇതെല്ലാം വരുന്ന മണിക്കൂറുകളിൽ ചോദ്യം ചെയ്യപ്പെടുകയോ ചോദ്യങ്ങളായി നിൽക്കുകയോ ചെയ്യും.